ഹലോ, വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്സ്. അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഉഷാറല്ലേ? നമ്മളിങ്ങനെ നമ്മുടെ SSLC പരീക്ഷയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ ഇപ്രാവശ്യം മാത്സിൽ A+ വാങ്ങിയിരിക്കും. റെഡിയല്ലേ? അപ്പൊ നമ്മുടെ റിവിഷൻ സീരീസിലെ 13ാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 5ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ SCRT മോഡൽ ക്വസ്റ്റ്യൻസിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഇന്നലെ നമ്മുടെ പാർട്ട് 1 വീഡിയോ SCRT മോഡൽ ക്വസ്റ്റ്യൻസിന്റെ പാർട്ട് 1 വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് അതിലെ പാർട്ട് 2 വീഡിയോ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഉറപ്പിക്കേണ്ടത്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സിലബസ് ആണ്, ക്വസ്റ്റ്യന്റെ പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ സർക്കാർ തന്നെ സൈറ്റിൽ അവരുടെ ക്വസ്റ്റ്യൻസിന്റെ മോഡൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യൻസുമായിട്ടാണ്, വ്യത്യസ്തമായ 4 ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. നമ്മുടെ റിവിഷൻ ബാച്ച് തികച്ചും സൗജന്യമായിട്ട് നമ്മുടെ റിവിഷൻ ബാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഒരുപാട് കുട്ടികൾ റിവിഷൻ ബാച്ചിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിർബന്ധമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടി നമ്മുടെ ഈ റിവിഷൻ സീരീസിന്റെ ഭാഗമാക്കുക. റെഡിയാണല്ലോ? സെറ്റല്ലേ? അതിലേക്ക് ചേരാൻ എന്താണ് ചെയ്യേണ്ടത് സാറേ എന്ന് സംശയമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് അയക്കാം. റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? One side of a rectangle is 14 centimeter longer than the other and its diagonal is 26. Write these facts as second degree equation. Calculate the length of the sides of the rectangle. എന്താണ്? ഒരു ചതുരത്തിന്റെ വശത്തിന്റെ നീളം മറ്റേ വശത്തേക്കാൾ 14 സെന്റിമീറ്റർ കൂടുതലാണ്. 14 സെന്റിമീറ്റർ കൂടുതലാണ്. അതിന്റെ വികരണത്തിന്റെ നീളം 26 സെന്റിമീറ്റർ ആണ്. തന്നിട്ടുള്ള വിവരങ്ങളെ ഒരു രണ്ടാകൃതി സമവാക്യമായി, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് എഴുതുക. ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മുടെ കയ്യിൽ ഒരു ചതുരമുണ്ട് എന്ന് മക്കൾ വിചാരിക്കാം. മക്കളെ, നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് വിചാരിക്കാം. ഒരു ചതുരമുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? വിചാരിക്കാം. ഇതാണ് ആ ചതുരം എന്ന് കരുതി. യെസ്, ഇതാണ് ആ ചതുരം. സെറ്റാണല്ലോ? ഈ ചതുരത്തില് ഒരു സൈഡ് ഞാൻ X എന്ന് എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത സൈഡ് എത്രയാണ്? 14 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ അത് എത്രയാണ്? X + 14 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഒന്നാമത്തെ വശം X ആണെങ്കിൽ അടുത്ത വശം അതിനേക്കാൾ 14 മീറ്റർ കൂടുതലാണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഇതിനൊരു വികരണമുണ്ട്. ഇങ്ങനെ ഒരു വികരണമുണ്ട് എന്ന് വിചാരിക്കും. ഈ വികരണത്തിന്റെ നീളം തന്നിട്ടുണ്ട്. വികരണത്തിന്റെ നീളം എത്രയാണ് തന്നത്? 26 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. വികരണത്തിന്റെ നീളം എത്രയാണ്? 26 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നീളം X ആണ്, വീതി അതിനേക്കാൾ 14 മീറ്റർ കൂടുതലാണ്. വികരണത്തിന്റെ നീളം 26 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് മൂന്നും ചേർത്ത് ഒരു രണ്ടാകൃതി സമവാക്യം, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കണം. അതുപോലെ ചതുരത്തിന്റെ നീളവും വീതിയും കാണണം. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. നമുക്കൊരു ത്രികോണം കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? ഇത് മട്ട ത്രികോണമാണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. കാരണം ഒരു കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എടാ, മട്ട ത്രികോണത്തിൽ റൈറ്റ് ട്രയാങ്കിളിൽ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഒരു തിയറം ഉണ്ട്, ഒരു സിദ്ധാന്തമുണ്ട്. എന്താണ്? പൈതഗോറസ് തിയറമാണ്. എന്താണ്? പൈതഗോറസ് തിയറം. ആ പൈതഗോറസ് തിയറം നമ്മൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യണം. എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. എന്താണ് പാദം? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുക്കാൻ കുഴപ്പമില്ല. അപ്പൊ ആദ്യം പാദം സ്ക്വയർ X സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അല്ലെ? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എത്രയാണ്? X + 14 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാണ്? 26ന്റെ സ്ക്വയർ. റെഡിയാണല്ലോ? 26ന്റെ സ്ക്വയർ. അടുത്തത് ഇത് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. X സ്ക്വയർ പ്ലസ് ഇത് ഏത് രൂപത്തിലാണ് മക്കളെ? നിങ്ങളൊന്ന് പറഞ്ഞു, ഒന്ന് ഉഷാറായിട്ടൊന്ന് പറഞ്ഞേ. A + B ഹോൾ സ്ക്വയർ രൂപത്തിലാണ്. എന്താ A + B ഹോൾ സ്ക്വയർ? A സ്ക്വയർ പ്ലസ് 2AB + B സ്ക്വയർ. ഒന്ന് പറഞ്ഞേ. അങ്ങനെയെങ്കിൽ X സ്ക്വയർ പ്ലസ്, എളുപ്പമുണ്ട്. ഇവിടെ 14 ആണെങ്കിൽ 14ന്റെ ഇരട്ടി 28X പ്ലസ് അടുത്തതോ 14ന്റെ സ്ക്വയർ.
സമം എത്ര കിട്ടണം? 26ന്റെ സ്ക്വയർ. റെഡിയാണല്ലോ? 26ന്റെ സ്ക്വയർ. അടുത്തത് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എത്രയാണ്? 2x സ്ക്വയർ. 2x സ്ക്വയർ പ്ലസ് 28x അങ്ങനെ തന്നെ എഴുതി പ്ലസ് 14ന്റെ സ്ക്വയർ എത്രയാണ്? 14ന്റെ സ്ക്വയർ 196 സമം 26ന്റെ സ്ക്വയർ. മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞേ, 26ന്റെ സ്ക്വയർ എത്രയാണ്? 676. റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തത് 2x സ്ക്വയർ പ്ലസ് 28x സമം അപ്പുറത്ത് 676 ഉണ്ട്, ഇപ്പുറത്തുള്ള ഈ പ്ലസ് 196 അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? -196 മാറും. അപ്പൊ -196. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തത് 2x സ്ക്വയർ പ്ലസ് 28x സമം 676 നിന്നും 196 കുറക്കണം. 6 മാറും പോയി. അപ്പൊ 670 നിന്നും എത്ര കുറച്ചാൽ മതി? 190 കുറച്ചാൽ മതി. അപ്പൊ 670 നിന്നും നിങ്ങൾ 200 കുറച്ച് നോക്കി. അപ്പൊ 470. പിന്നെ ഒരു 10 കൂട്ടിയാൽ മതി. എത്രയാണ്? 480. ഞാൻ കുറച്ചതിന്റെ ഐഡിയ മനസ്സിലായോ? പുതിയ കുറക്കലൊക്കെ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇതിന്റെ ബാക്കി നമ്മൾ തൊട്ടപ്പുറത്തെ പേജിൽ എഴുതാം. എന്താണ് നമുക്ക് കിട്ടിയത്? ഇപ്പോ 2x സ്ക്വയർ പ്ലസ് 28x സമം എത്രയാണ് കിട്ടിയത്? 480 കിട്ടി. ഇത്രയും നിങ്ങൾ സെറ്റാണ്. അങ്ങനെയെങ്കിൽ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതാക്കാൻ പോവാം. ഒന്ന് പറഞ്ഞേ, ഈ രണ്ടും ക്യാൻസൽ ചെയ്തു. ബാക്കി എത്രയുള്ളത്? എക്സ് സ്ക്വയർ പ്ലസ് 28/2. 28ന്റെ പകുതി എത്രയാണ്? 14x സമം 480ന്റെ പകുതി എത്ര കിട്ടും? 240 കിട്ടും. റെഡിയാണല്ലോ? ഇത്രയും വന്നത് വ്യക്തമാണല്ലോ? ഇനി ഒന്ന് നോക്കിക്കേ, ഇവിടെ എത്ര പദങ്ങളാണുള്ളത്? 2 ടേംസേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഇനി എന്തായിരിക്കും? വർഗത്തികവാണ്, സ്ക്വയർ കംപ്ലീഷൻ ആണ്. ഒന്ന് പറഞ്ഞേ, ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? എക്സ് സ്ക്വയർ പ്ലസ് 14x സമം 240 ആണ്. ഇവിടെ നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എത്രയാ? 14ന്റെ പകുതി 7ന്റെ സ്ക്വയർ. ഇവിടെയും എത്രയാണ്? 7ന്റെ സ്ക്വയർ. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് 7 ഹോൾ സ്ക്വയർ സമം 240 പ്ലസ് 7ന്റെ സ്ക്വയർ എത്രയാണ്? 49. എക്സ് പ്ലസ് 7 ഹോൾ സ്ക്വയർ സമം 240ഉം 49ഉം എത്രയാണ്? 289 ആണ്. അടുത്ത സ്റ്റെപ്പിൽ എക്സ് പ്ലസ് 7 സമം സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ റൂട്ട് ഓഫ് 289. 289ന്റെ റൂട്ട് എത്രയാണ്? 289ന്റെ റൂട്ട് എത്രയാണ്? 17 ആണ്. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇതിന്റെ ബാക്കി മക്കളൊന്ന് പറഞ്ഞേ, ഇതിന്റെ ബാക്കി എന്തായിരിക്കും? നമ്മൾ എഴുതാൻ പോവാ ഇതിന്റെ ബാക്കി. എക്സ് പ്ലസ് 7 സമം 17 കിട്ടി. അങ്ങനെയെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 17 പ്ലസ് 7 അപ്പുറത്തേക്ക് പോകുമ്പോ -7. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 10. അപ്പൊ ഒരു സൈഡ് കണ്ടോ, എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. അപ്പൊ നമ്മളിവിടെ എഴുതാണ് നീളം എക്സ് സമം എത്ര കിട്ടി? 10 സെന്റിമീറ്റർ കിട്ടി. ഇനി അടുത്തത് കിട്ടേണ്ടത് ഏതാ? വിടുത്താണ് അല്ലെങ്കിൽ വീതിയാണ്. വീതി എത്രയാണ്? എക്സ് പ്ലസ് 14 ആണ്. എക്സ് പ്ലസ് 14. എക്സ് 10 ആണ്. അത് കൂടെ 14 കൂട്ടിയാൽ എത്രയാണ്? 24 സെന്റിമീറ്റർ. സെറ്റ് ആണോ? റെഡിയാണോ? വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് നീളം എക്സ് 10 കിട്ടി, വീതി എത്ര കിട്ടി? 24 സെന്റിമീറ്റർ കിട്ടി. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഉറപ്പുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്യാൻ. ഞങ്ങൾ എഴുതും സാർ എന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എഴുതുക. ഈ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിർബന്ധമായിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ഇത് കാണുന്ന കുട്ടികൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഒന്ന് നോക്കിക്കേ. വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണ്. ഈ 7 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദി സൈഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അതിന് ലംബമായ ഒരു വശം എത്രയാണ്? 7 സെന്റിമീറ്റർ കൂടുതലാണ്. ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 60 സ്ക്വയർ സെന്റിമീറ്റർ. അതിന്റെ പരപ്പളം എത്രയാണ്? 60. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് 3 സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. എത്രയാണ്? 3 വശങ്ങളുടെ നീളം കാണും. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ്
ഓൾ ത്രീ സൈഡ്സ്, ഇതിന്റെ മൂന്ന് വശങ്ങളുടെ നീളവും കാണണം. റെഡി ആണല്ലോ? എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഒന്ന് പറയാം. ഒരു മട്ട ത്രികോണത്തിന്റെ ലംബവശങ്ങളിൽ നിന്ന് മറ്റൊന്നിനേക്കാൾ 7 സെന്റിമീറ്റർ കൂടുതലാണ്. ലംബവശങ്ങളിൽ ഒന്ന് മറ്റതിനേക്കാൾ 7 സെന്റിമീറ്റർ കൂടുതലാണ്. പരപ്പളവ് 60. ത്രികോണത്തിന്റെ 3 വശങ്ങളുടെയും നീളം കാണുക. 2 വശങ്ങളുടെ നീളം കിട്ടിയാൽ മൂന്നാമത്തേത് നമ്മൾ കാണും അല്ലെ? റെഡി? അങ്ങനെയെങ്കിൽ നമ്മൾ ഇതൊന്ന് കാണാൻ പോവാണ് മക്കളെ. നന്നായിട്ട് ശ്രദ്ധിച്ചു. അപ്പൊ ആദ്യം നമ്മുടെ കയ്യിൽ ഒരു ത്രികോണം ഉണ്ട്. അതാദ്യം വരും. വെറും ത്രികോണമല്ല, എന്ത് ത്രികോണമാണ്? മട്ട ത്രികോണമാണ്. ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു മട്ട ത്രികോണം. സെറ്റാണല്ലോ? മട്ട ത്രികോണം സെറ്റാണല്ലോ. ഇനി ഇതിന്റെ പേരൊന്ന് അളവ് കൊടുക്കണം. എന്താ? ഇതിന്റെ ലംബവശങ്ങളിൽ ഒന്ന് എക്സ് ആണെങ്കിൽ അടുത്തത് എത്രയാണെന്നാ പറഞ്ഞത്? എത്ര സെന്റിമീറ്റർ കൂടുതലാ മക്കളെ? എത്ര സെന്റിമീറ്റർ കൂടുതലാണ് എന്നാണ് പറഞ്ഞത്? 7 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ ഇതിന് ഞാൻ എക്സ് കൊടുത്താൽ ഇത് എത്രയായിരിക്കും? എക്സ് പ്ലസ് 7 ആയിരിക്കും. ഒന്നിന് എക്സ് കൊടുത്താൽ അടുത്തത് എത്രയായിരിക്കും? എക്സ് പ്ലസ് 7 ആണ്. ഇത്രയേ നമുക്ക് തന്നിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് കാണേണ്ടത് ഇതിന്റെ 3 വശങ്ങളുടെയും നീളം കാണണം. അതിന് ഏരിയ, പരപ്പളവ് തന്നിട്ടുണ്ട്. എടാ, ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ എന്താ? ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബി എച്ച് ചെയ്യുമ്പോൾ 60 കിട്ടണം എന്ന് ചോദ്യത്തിലുണ്ട്. ഹാഫ് ബി എച്ച് ചെയ്യുമ്പോൾ 60 കിട്ടണം. അങ്ങനെയെങ്കിൽ ബി എച്ച് ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള ഈ ഡിവൈഡഡ് ബൈ 2 ഹരിക്കണം 2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? ഗുണിക്കണം 2 ആയി മാറും. അങ്ങനെയെങ്കിൽ 2 ഇൻറ്റു 60, അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ്, പാദം ഇൻറ്റു ഉയരം ചെയ്താൽ എത്ര കിട്ടണം? 120 കിട്ടണം. പാദം ഇൻറ്റു ഉയരം ചെയ്താൽ എത്ര കിട്ടണം? 120 കിട്ടണം. ഇനി ഒന്ന് നോക്കിക്കേ. ബേസ് പാദം എത്രയാണ്? എക്സ് ആണ്. ഹൈറ്റ് ഉയരം എത്രയാണ്? എക്സ് പ്ലസ് 7 ആണ്. അപ്പൊ നമ്മൾ എഴുതുകയാണ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 7 സമം അല്ലെ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 7 സമം 120 കിട്ടി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് തന്ന ഡാറ്റയിൽ നിന്നും നമ്മൾ ചില കാര്യങ്ങൾ കണ്ടെത്തി. ഇതാണ് എന്ത്? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇതാണ് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ മക്കളെ. ഒന്ന് നോക്കിക്കേ. എന്താ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 7 ഇസ് ഈക്വൽ ടു എത്രയാണ്? 120, 120 ആണ്. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 7x സമം എത്ര കിട്ടി? 120 കിട്ടി. ഇത്രയും ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ പക്കയാണോ? അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞേ. ഇവിടെ 1, 2 ടേംസേ ഉള്ളൂ, 2 പദങ്ങളേ ഉള്ളൂ. മൂന്നാമത്തെ ഒരെണ്ണം കുറവുണ്ട്. ആ കുറവ് നികത്തുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? സ്ക്വയർ കംപ്ലീഷൻ ആണ്, വർഗത്തികവ്. എങ്കിലും നമുക്കൊന്ന് തികക്കാം, വർഗത്തെ ഒന്ന് തികക്കാം. ഒന്ന് പറഞ്ഞേ. എക്സ് സ്ക്വയർ പ്ലസ് 7x സമം 120 ആണ്. ഇവിടെ നമുക്ക് ആഡ് ചെയ്യണം, കൂട്ടണം. എത്ര കൂട്ടണം? ഇവിടെ 7 ആണ്. 7ന്റെ പകുതി എത്രയാണ്? 7/2 ഹോൾ സ്ക്വയർ. അപ്പുറത്തും എന്ത് ചെയ്യണം? 7/2 ഹോൾ സ്ക്വയർ എന്ത് ചെയ്യണം? കൂട്ടണം. റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പ്, ഇവിടുന്ന് എക്സ്, ഇവിടുന്ന് 7/2, രണ്ടിനും കൂടി സ്ക്വയർ എങ്ങനെ കൊടുക്കും? എക്സ് പ്ലസ് 7/2 ഹോൾ സ്ക്വയർ സമം 120 പ്ലസ് 7നും സ്ക്വയർ ബാധകമാണ്, 2നും സ്ക്വയർ ബാധകമാണ്. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49/2ന്റെ സ്ക്വയർ എത്രയാണ്? 4. ഇത്രയും സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ എക്സ് പ്ലസ് 7/2 ഹോൾ സ്ക്വയർ സമം അടുത്തത് എന്താ? 120നെ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. 120നെ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. മക്കളെ ഒന്ന് ഗുണിച്ചേ. 120നെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കാൻ പോവാ. 120നെ ഒന്ന് 4 കൊണ്ട് ഗുണിച്ചേ. 100 × 4 400 ആണ്. 20 × 4 80 ആണ്. അപ്പൊ എത്രയാണ്? 480 പ്ലസ് അടുത്തതോ 49. 480 പ്ലസ് 49 ഓൾ ഡിവൈഡഡ് ബൈ 4. അങ്ങനെയെങ്കിൽ എക്സ് പ്ലസ് 7/2 ഹോൾ സ്ക്വയർ സമം 480 പ്ലസ് 49. 480 പ്ലസ് 40 എത്രയാണ്? 520 പ്ലസ് 9 എത്രയാണ്? 529/2. 2 ആണോ? അല്ല, 4 ആണ്. ഇത്രയും കാര്യങ്ങൾ പക്കയാണോ? പക്കയാണോ? സെറ്റാണോ? അങ്ങനെയെങ്കിൽ സെറ്റാണ് എന്ന് നിങ്ങളൊന്ന് കമന്റ് ഇടണം. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ മക്കളെ നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. എന്താണ്? അപ്പുറത്തെ പേജിൽ ചെയ്യാം. എക്സ് പ്ലസ് 7/2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാണ് കിട്ടിയത്? 529/4 കിട്ടി. 529/4 കിട്ടി. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ ഈ സ്ക്വയർ ഞാൻ അപ്പുറത്തേക്ക് തെറ്റാണ്. അപ്പൊ ബാക്കിയോടെ എക്സ് പ്ലസ് 7/2 ഇസ് ഈക്വൽ ടു സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ റൂട്ട് ഓഫ്
529/4. അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞ് 529ന്റെ റൂട്ട് എത്രയാണ്? 529ന്റെ റൂട്ട് 23 ബൈ 4ന്റെ റൂട്ട് എത്രയാണ്? 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x plus 7/2 is equal to 23/2 കിട്ടി. 23/2 കിട്ടി. ഇനി നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ഈ പ്ലസ് 7/2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും? -7/2 ആവും. അപ്പൊ x is equal to 23/2 minus 7/2. x is equal to രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അങ്ങനെയെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. 23ൽ നിന്ന് 7 കുറക്കണം. 23ൽ നിന്ന് 7 കുറച്ചാൽ എത്രയാണ്? 16/2. അങ്ങനെയെങ്കിൽ x സമം നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി. ഇപ്പൊ കിട്ടിയത് x മാത്രമാണ്. x ആണ് നമുക്ക് എത്ര കിട്ടിയത്? x കിട്ടിയത്. അങ്ങനെയെങ്കിൽ ത്രികോണത്തിന്റെ 3 വശങ്ങൾ കാണണം. ആദ്യത്തെ വശം x ആണ്. രണ്ടാമത്തെ വശം എത്രയാണ്? x plus 7 ആണ്. അപ്പൊ ആദ്യത്തെ വശം x ആണെങ്കിൽ രണ്ടാമത്തത് എത്രയാണ്? രണ്ടാമത്തത് x plus 7 ആണ്. x plus 7 സമം 8 plus 7. 8 plus 7. 8ഉം 7ഉം കൂടി കൂട്ടണം. എത്രയാണ്? 15 ആണ്. അപ്പൊ ത്രികോണത്തിന്റെ 2 വശങ്ങൾ കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? മൂന്നാമത്തെ വശം കാണണം. അപ്പൊ ഞാൻ ഈ ത്രികോണം ഒന്ന് ഇവിടെ വരക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഈ മട്ട ത്രികോണം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് മക്കളെ? ഇവിടെ ഒന്ന് വരക്കാണ്. ചെറുതായിട്ട് വരക്കുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് വരച്ചു. ഇനി ഇതിനൊന്ന് വേർതിരിക്കുന്നുണ്ട് സെറ്റ് ആവാൻ വേണ്ടിട്ട്. റെഡിയാണല്ലോ. ഇനി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? x 8 ആണ്. അപ്പൊ ഇത് 8 സെന്റിമീറ്റർ. x plus 7 എത്രയാണ്? 15 ആണ്. അങ്ങനെയെങ്കിൽ ഇപ്പുറത്തുള്ള കർണം കാണണം. എങ്ങനെയാണ്? ഹൈപ്പോടെന്യൂസ് സ്ക്വയർ എങ്ങനെ കാണാം? ഒന്ന് പറഞ്ഞേ. ഹൈപ്പോടെന്യൂസ് സ്ക്വയർ is equal to 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ. 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ എത്രയാണ്? h സ്ക്വയർ is equal to 8ന്റെ സ്ക്വയർ എത്രയാണ്? 8ന്റെ സ്ക്വയർ 8 × 8 64 പ്ലസ് 15ന്റെ സ്ക്വയർ എത്രയാണ്? 225 ആണ്. 225. അങ്ങനെയെങ്കിൽ h സ്ക്വയർ is equal to 225ഉം 64. 225ഉം 64 എത്രയാണ്? 289 ആണ്. അങ്ങനെയെങ്കിൽ h എന്ന് പറഞ്ഞാൽ ഹൈപ്പോടെന്യൂസ് കർണം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ റൂട്ട് ഓഫ് 289. അങ്ങനെയെങ്കിൽ h is equal to 289ന്റെ റൂട്ട് ഒന്ന് കമന്റ് ചെയ്തേ. 289ന്റെ റൂട്ട് എത്രയാണ്? നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളൂ. എത്രയാണ്? 17. അങ്ങനെയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ വശം കിട്ടും. അപ്പൊ നിങ്ങൾ ത്രികോണത്തിന്റെ ആ മട്ട ത്രികോണത്തിന്റെ 3 വശങ്ങൾ, ഒന്നാമത്തത് 8 ആണ്, രണ്ടാമത്തത് 15 ആണ്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്, ലംബവശങ്ങളാണ്. ദെൻ ഹൈപ്പോടെന്യൂസ് കർണം മൂന്നാമത്തെ വശം എത്രയാണ്? 17 സെന്റിമീറ്റർ ആണ്. സെറ്റ്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതേപോലത്തെ അല്ലെ, ഇതുപോലെയുള്ള അല്ലെ, ലാംഗ്വേജ് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. ഓർമ്മ. ഏതാണ് ക്വസ്റ്റ്യൻ? 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 2, 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 4. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ. ദി സം ഓഫ് 2 നമ്പേഴ്സ്. 2 സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 20. ആൻഡ് ദെയർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനം. 2 കൂടി ഗുണിച്ചാൽ എത്ര കിട്ടണം? 95. ദെൻ റൈറ്റ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഒരു രണ്ടാകൃതി സമവാക്യം എഴുതാം. കാൽക്കുലേറ്റ് ദി നമ്പേഴ്സ്. സംഖ്യകൾ കാണണം. ദാ ഇവിടെയുണ്ട്. 2 സംഖ്യകളുടെ തുക 20, ഗുണനഫലം 95. ഗുണിച്ചാൽ 95ഉം 2 സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 120 കിട്ടണം. സോറി, വെറും 20 കിട്ടണം. തന്നിട്ടുള്ള വിവരങ്ങളെ രണ്ടാകൃതി സമവാക്യമായിട്ട് എഴുതാം. സംഖ്യകളെ കണക്കാക്കാം, നമുക്ക് കണ്ടെത്താം. മക്കളെ ഒന്ന് നോക്കിക്കേ. 2 സംഖ്യകളുണ്ട്. 2 സംഖ്യകൾ കൂട്ടിയാൽ 20 ആണ്. അപ്പൊ ആ സംഖ്യകളിൽ ഒന്നിന് അല്ലെ, നമ്പേഴ്സ് ഒന്നിന് ഞാൻ x കൊടുത്തു. 2 സംഖ്യകൾ കൂട്ടിയാൽ 20 ആണ്. ആദ്യത്തത് x ആണെങ്കിൽ രണ്ടാമത്തത് എത്രയായിരിക്കും? 20ൽ നിന്നും x കുറച്ചത്. മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ. 2 എണ്ണം കൂട്ടിയാൽ 10 കിട്ടണമെന്ന് വിചാരിച്ചു. 2 എണ്ണം കൂട്ടിയാൽ 10. മക്കളൊന്ന് ശ്രദ്ധിച്ചേ. 2 എണ്ണം കൂട്ടിയാൽ 10 കിട്ടണം. ആദ്യത്തത് ഞാൻ 2 കൊടുത്താൽ രണ്ടാമത്തത് എത്രയായിരിക്കണം? 8 ആയിരിക്കണം. കാരണം എന്താ? ഈ 10ൽ നിന്നും 2 കുറച്ചാലാണ് എന്ത് കിട്ടുക? 8. 2 എണ്ണം കൂട്ടിയാൽ 20 ആണെന്ന് വിചാരിച്ചോ. ആദ്യത്തത് 5 ആണെങ്കിൽ രണ്ടാമത്തത് എത്രയായിരിക്കും? ഈ 20ൽ നിന്നും 5 കുറച്ചാൽ 15. അതേപോലെ 2 എണ്ണം കൂട്ടിയാൽ x ആണ്. സോറി, 2 എണ്ണം കൂട്ടിയാൽ 2 സംഖ്യകൾ കൂട്ടിയാൽ 20 ആണ്. ആദ്യത്തേതിന് ഞാൻ x കൊടുത്താൽ രണ്ടാമത്തത് എത്രയായിരിക്കും? 20ൽ നിന്നും x കുറച്ചിട്ട് എത്രയാണോ ബാക്കിയുള്ളത് അത്.
അപ്പൊ നമുക്ക് സംഖ്യകൾ കിട്ടി. ഏതൊക്കെയാണ് ആ സംഖ്യകൾ? എക്സും 20 മൈനസ് എക്സും. ഇത് എക്സിലെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി നമുക്ക് കാണണം. ഇനി ഇത് രണ്ടും കൂടി പ്രൊഡക്റ്റ്, ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് ഗുണനം രണ്ടും കൂടി ഗുണിച്ചാൽ 95 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. എന്താ? എക്സ് ഇൻറ്റു 20 മൈനസ് എക്സ് ചെയ്താൽ, എക്സ് ഇൻറ്റു 20 മൈനസ് എക്സ് ചെയ്താൽ എത്ര കിട്ടണം? 95 കിട്ടണം. അങ്ങനെയെങ്കിൽ എക്സ് ഇൻറ്റു 20 എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ സമം 95. ഇവിടെ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ? സ്വാഭാവികത ഉണ്ടോ? എന്താണ്? ഒന്നാമത് എക്സ് സ്ക്വയർ ആദ്യത്തെ പദമല്ല, ഇടയിലാണ് വന്നത്. പോരാത്തതിന് എക്സ് സ്ക്വയറിന്റെ ചിഹ്നം വന്നതോ മൈനസ്. അപ്പൊ ഇവിടെ രണ്ട് പ്രശ്നമുള്ളത്. ഒന്ന്, ഓർഡർ കറക്റ്റ് അല്ല. രണ്ടാമത്തത് എക്സ് സ്ക്വയറിന്റെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അപ്പൊ രണ്ടും ശരിയാക്കണം. അപ്പൊ ആദ്യം നമ്മൾ ഓർഡർ കറക്റ്റ് ആക്കണം. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 20 എക്സ് സമം 95. ഇപ്പൊ ഓർഡർ കറക്റ്റായി. റെഡി? ഓർഡർ കറക്റ്റായി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഈ കാണുന്ന മൈനസിനെ ഇവിടുന്ന് തട്ടണം. മൈനസിനെ മാത്രമായിട്ട് തട്ടാൻ പറ്റില്ല, തട്ടുമ്പോൾ എല്ലാവരുടെയും ചിഹ്നം തട്ടണം. ഇവിടെ തുല്യനീതി, തുല്യ സമത്വം, അതാണ് മാത്സ്. ഒന്നിനെ മാത്രമായിട്ട് ഒന്നും ചെയ്യില്ല, ചെയ്യുമ്പോൾ എല്ലാത്തിനെയും കൂടി ചെയ്യണം. ഇവിടെ ഈ മൈനസിനെ തൊട്ടാൽ ഈ പ്ലസിനെയും തൊടണം, ഇവിടെ ഒക്കെ തൊടണം. എല്ലാത്തിന്റെയും ചിഹ്നം, ഒന്നിന്റെ ചിഹ്നം മാറ്റിയാൽ എല്ലാത്തിന്റെയും മാറ്റണം. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്സ് എന്ന് പറയുന്നത് തുല്യതയുടെ പര്യായമാണ്. ഇവിടെ തൊട്ടാൽ എല്ലായിടത്തും തുടങ്ങും. മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ ഈ മൈനസ് മാറ്റി പ്ലസ് ആക്കി, പ്ലസ് എക്സ് സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഈ പ്ലസ് മാറിയിട്ട് എന്താവും? മൈനസ് 20 എക്സ് ആവും. ഇപ്പുറത്ത് മാത്രമല്ല, അപ്പുറത്തും പ്രശ്നം തന്നെയാണ്. അപ്പുറത്ത് പ്ലസ് 95 ആണെങ്കിൽ ഇപ്പോൾ എന്തായി മാറി? മൈനസ് 95 ആയി. സെറ്റ് ആണോ? ക്ലിയർ ആണോ? പക്കയല്ലേ? റെഡി? ഇനി ഒന്ന് നോക്കിക്കേ. 1 2 രണ്ടെണ്ണമേ ഉള്ളൂ, ഒന്ന് കുറവുണ്ട്. ആ കുറവുള്ളത് നികത്തുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? സ്ക്വയർ കംപ്ലീഷൻ ആണ് സാറേ, വർഗ തികവാണ്. അങ്ങനെയെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 20 എക്സ് പ്ലസ് 20ന്റെ പകുതി 10ന്റെ സ്ക്വയർ സമം മൈനസ് 95 പ്ലസ് 10ന്റെ സ്ക്വയർ. ഒന്ന് പറഞ്ഞേ. അടുത്തത് എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ സമം മൈനസ് 95 പ്ലസ് 100. മൈനസ് 95 പ്ലസ് 100. ഇത്രയും കറക്റ്റ് ആണോ? ഇത്രയും കറക്റ്റ് ആണോ? അങ്ങനെയെങ്കിൽ ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് ഇതിനേക്കാൾ എളുപ്പമായിരിക്കും. മക്കളെ, നിങ്ങളൊന്ന് പറഞ്ഞേ. എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ സമം മൈനസ് 95 പ്ലസ് 100. മൈനസ് 95 പ്ലസ് 100 എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ചിഹ്നം പ്ലസും മൈനസും വന്നാൽ എന്ത് ചെയ്യും? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. ഏതാണ് വലുത്? 100ൽ നിന്നും 95 കുറച്ചാൽ 5. വലുതിന്റെ ചിഹ്നം 5. അങ്ങനെയെങ്കിൽ എക്സ് സമം സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ റൂട്ട് 5. സോറി, എക്സ് സമമല്ല, എക്സ് സമമല്ല. എക്സ് മൈനസ് 10 സമം സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ റൂട്ട് 5 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 5 മൈനസ് 10 അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് 10. ഇതിന് ഞാനൊന്ന് ഓർഡർ മാറ്റാണ്. എക്സ് സമം 10 പ്ലസ് റൂട്ട് 5. പ്രശ്നമുണ്ടോ? 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 ഇല്ല. റെഡി? അപ്പൊ 10 പ്ലസ് റൂട്ട് 5 ഇതാണ് എക്സ്. അതായത് ആദ്യത്തെ സംഖ്യ എത്രയാണ്? 10 പ്ലസ് റൂട്ട് 5 ആണ്. ഇനിയെങ്കിൽ രണ്ടാമത്തെ സംഖ്യ കാണണം. രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 20 മൈനസ് എക്സ് ആണ്. 20 മൈനസ് എക്സ് സമം 20 മൈനസ് ബ്രാക്കറ്റ് ഇടണം. രണ്ട് പദങ്ങൾ അതിലുണ്ട്, ബ്രാക്കറ്റ് ഇടണം. 20 മൈനസ് 10 പ്ലസ് റൂട്ട് 5 ആണ്. ബ്രാക്കറ്റ് ഇടാൻ പറഞ്ഞാൽ കംപ്ലീറ്റ് ഉത്തരം തെറ്റും. റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ 20 മൈനസ് എക്സ് 20. ഈ മൈനസ് എല്ലാത്തിനും ബാധകമാണ്. മൈനസ് ഇൻറ്റു 10 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് റൂട്ട് 5. റെഡിയാണല്ലോ? എന്താ ഇവിടെ ചെയ്തത്? ഇതിന്റെ ഉള്ളിലുള്ള പദത്തിന് രണ്ടിനും എന്ത് ബാധകമാണ്? മൈനസ് ബാധകമാണ്. അപ്പൊ മൈനസ് ഇൻറ്റു 10 മൈനസ് 10 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്. ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു റൂട്ട് 5 ഉണ്ട്. അങ്ങനെയെങ്കിൽ 20 മൈനസ് 10 എത്രയാണ്? 10 മൈനസ് റൂട്ട് 5. അപ്പൊ നമുക്ക് 20 മൈനസ് എക്സ് രണ്ടാമത്തെ പദം കിട്ടി. രണ്ടാമത്തെ പദമല്ല, രണ്ടാമത്തെ സംഖ്യ കിട്ടി. എത്രയാണ്? 10 മൈനസ് റൂട്ട് 5. അപ്പൊ ഏതൊക്കെയാണ്? രണ്ടെണ്ണം കൂട്ടിയാൽ 20ഉം അതേ രണ്ടെണ്ണം ഗുണിച്ചാൽ 95 കിട്ടുന്ന രണ്ട് സംഖ്യകൾ എത്രയാണ്? 10 പ്ലസ് റൂട്ട് 5ഉം 10 മൈനസ് റൂട്ട് 5ഉം. ഇനി ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാം. പലർക്കും ഡൗട്ട് ഉണ്ട്, ഇത് ഇപ്പൊ ശരിയാവും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടെണ്ണം കൂട്ടി നോക്കാം. ഏതാണ്?
10 പ്ലസ് റൂട്ട് 5 പ്ലസ് 10 മൈനസ് റൂട്ട് 5 ഒന്ന് കൂട്ടിക്ക്. 10ഉം 10ഉം 20. ബാക്കിയോ പ്ലസ് റൂട്ട് 5ഉം മൈനസ് റൂട്ട് 5ഉം ക്യാൻസൽ ചെയ്തു. സെറ്റല്ലേ? 10ഉം 10ഉം 20. ഇനി രണ്ടും കൂടി ഗുണിച്ചു നോക്കാം. രണ്ടും കൂടി ഒന്ന് ഗുണിച്ചു നോക്കാം. എങ്ങനെ? 10 പ്ലസ് റൂട്ട് 5 ഇൻറ്റു 10 മൈനസ് റൂട്ട് 5. സെറ്റല്ലേ? ഇത് ഏത് രൂപത്തിലാ? ഇത് ഏത് രൂപത്തിലാ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി രൂപത്തിലാ. എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് 10ന്റെ സ്ക്വയർ 100 മൈനസ് റൂട്ട് 5ന്റെ സ്ക്വയർ എത്രയാണ്? 5. എത്ര കിട്ടി? 95 കിട്ടി. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, രണ്ടെണ്ണം കൂട്ടിയപ്പോൾ 20, രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്തപ്പോ പ്രൊഡക്റ്റ് കണ്ടപ്പോ നമുക്ക് എത്ര കിട്ടി? 95 കിട്ടി. സെറ്റ് ആണല്ലോ? സെറ്റ്. അങ്ങനെയെങ്കിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എവിടെയുണ്ട്? ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. അതൊന്ന് ചെയ്തു നോക്കാം. റെഡി? ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ ഏറ്റവും സുന്ദരവും ലളിതവുമായ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതോടുകൂടി നമ്മൾ ഇതിന്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അവസാനിപ്പിക്കുകയാണ്. നാളെ മുതൽ നമ്മൾ അടുത്ത ചാപ്റ്റർ ട്രിഗണോമെട്രി, ത്രികോണമിതിയിലേക്ക് പ്രവേശിക്കും. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ ചോദ്യം വായിച്ചേ. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 80. ആ പെരിമീറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും, ഉറപ്പാണ്. ചുറ്റളവ് തരുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധം. റെഡി? 80 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഏരിയ 396 സ്ക്വയർ സെന്റിമീറ്റർ. ദെൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കണം. വാട്ട് ആർ ദി ലെങ്ത് ഓഫ് സൈഡ്സ്? മക്കളെ ഒന്ന് നോക്കിക്കേ. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 80 മീറ്ററും പരപ്പളവ് 396 ചതുരശ്ര മീറ്ററുമാണ്. തന്നിരിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു രണ്ടാകൃതി സമവാക്യം എഴുതുക. ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക. റെഡി? അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ചതുരമുണ്ട്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ചതുരം. ഇങ്ങനെ ഒരു ചതുരം, ഇങ്ങനെ ഒരു ചതുരം, ഇങ്ങനെ ഒരു ചതുരം. റെഡി? ഇങ്ങനെ ഒരു ചതുരം ഉണ്ട് എന്ന് കരുതിക്കും. ഇങ്ങനെ ഒരു ചതുരം ഉണ്ട് എന്ന് മക്കൾ എന്ത് ചെയ്തോ? കരുതിക്കും. എന്നിട്ട് ഇതിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ചോ. പെരിമീറ്റർ, ചുറ്റളവിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും? പി സമം എത്രയാണ്? 80. ചുറ്റളവിനാണ് നമ്മൾ 80 സെന്റിമീറ്റർ എന്ന് സൂചിപ്പിക്കാം. എന്നിട്ട് ചുറ്റളവ് 80 ആണെങ്കിൽ ചുറ്റളവിന്റെ പകുതി ശ്രദ്ധിച്ചോ. 2 നീളവും 2 വീതിയും കൂട്ടിയാലാണെന്ത്? 80. അപ്പൊ ഒരു നീളവും ഒരു ലെങ്തും ഒരു ബ്രെഡ്ത്തും കൂട്ടിയാൽ എത്രയായിരിക്കും? 40. ശ്രദ്ധിച്ചോ. നീളവും വീതിയും കൂട്ടിയാൽ അത് ചുറ്റളവിന്റെ പകുതി ആയിരിക്കും. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. നീളവും വീതിയും കൂട്ടിയാൽ അത് ചുറ്റളവിന്റെ പകുതി ആയിരിക്കും. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ നീളത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചു. നീളം അതായത് ലെങ്ത്തിന് ഞാൻ എക്സ് കൊടുക്കണം. അങ്ങനെയെങ്കിൽ വീതി ബ്രെഡ്ത്ത് അതിന് എന്ത് കൊടുക്കേണ്ടി വരും? നീളവും വീതിയും കൂട്ടിയാൽ 40 ആണ്. നീളം എക്സ് ആണെങ്കിൽ വീതി എത്രയായിരിക്കും? 40 മൈനസ് എക്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം. നീളം എക്സ് ആണെങ്കിൽ വീതി എത്രയായിരിക്കും? 40 മൈനസ് എക്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കാം. എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 40 മൈനസ് എക്സ്. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വിചാരിച്ചിട്ട് അത് നമുക്കൊരു പ്രശ്നം ആകില്ല. റെഡി ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി ക്വസ്റ്റ്യനിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്. പരപ്പളവ് തന്നിട്ടുണ്ട്. ഏരിയ തന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഈ പേര മാറ്റം മറക്കും. ഏരിയ ഒന്ന് പറഞ്ഞേ. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയന്റെ മലയാളം എന്താണ്? പരപ്പളവാണ്. പരപ്പളം. നല്ല പേരില്ലേ? പരപ്പളവ് എത്രയാണ് തന്നത്? 396 തന്നിട്ടുണ്ട്. പരപ്പളവ് എങ്ങനെ നമ്മൾ കാണുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് നീളം ഇൻറ്റു വീതി. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടേണ്ടത്? 396 കിട്ടേണ്ടത്. 396 396 396 കിട്ടേണ്ടത്. എന്നിട്ട് നീളം നമുക്ക് എക്സ് ആണ്, വീതി നമുക്ക് എത്രയാണ്? 40 മൈനസ് എക്സ് ആണ്. ഇത് ചെയ്യുമ്പോഴാണ് എത്ര കിട്ടേണ്ടത്? 396 കിട്ടേണ്ടത്. സെറ്റ്. അങ്ങനെയെങ്കിൽ എക്സ് ഇൻറ്റു 40 എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ സമം 396. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു അസ്വാഭാവികതയുണ്ട്. നമ്മൾ പറഞ്ഞു ഒന്നാമത് ഇതിന്റെ ഓർഡർ തെറ്റാ. എക്സ് സ്ക്വയർ രണ്ടാമതൊക്കെയാണ്. എക്സ് സ്ക്വയർ മെയിൻ സാധനം അല്ലെ? എക്സ് സ്ക്വയർ എന്താണ്? മെയിൻ ആണ്. ആ ടീമിന്റെ മെയിൻ ആണ് അല്ലെ? വിനീഷ്യസ് ജൂനിയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ സാബി അലോൺസോന്റെ ജോലി പോയി എന്ന് പറഞ്ഞ പോലെയാണ്. എക്സ് സ്ക്വയറിനെ തൊട്ട് കളിക്കരുത് അല്ലെ? എക്സ് സ്ക്വയറിനെ എന്ത് ചെയ്യരുത്? തൊട്ട് കളിക്കരുത്. യെസ്. അപ്പോ എക്സ് സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കൊണ്ടുപോയി വെക്കണം. അപ്പൊ ആദ്യം മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 40 എക്സ് സമം 396. റെഡിയാണല്ലോ? ഇനി എക്സ് സ്ക്വയർ പ്ലസ് 40 എക്സ് സമം 396 ആണ്. ഇനി അടുത്ത പ്രശ്നം,
അടുത്ത പ്രശ്നം, ഇവനെ ആദ്യം ഇറക്കണമെന്ന് മാത്രമല്ല ഇവനെ മരിക്കാൻ പറ്റില്ല, ഇവനെ ചിഹ്നം -1 ആക്കാൻ പറ്റില്ല. ഫുൾ ടൈം ഇവൻ എന്ത് ചെയ്യണം, നല്ല അടിപൊളി അതിന്റെ അവിടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പണി പാടും അല്ലെ. യെസ്, നോക്കിക്കേ എന്താണ് ചിഹ്നം മാറ്റുമ്പോൾ നമ്മൾ പറഞ്ഞു തുല്യതാ സമത്വം ഇന്ത്യൻ ഭരണഘടന അതേപോലെ അനുശാസിക്കുന്നതാണ് മാത്തമാറ്റിക്സിൽ. ഒരാളെ തൊട്ടാൽ എല്ലാവരും തൊടും. ഒന്ന് പറഞ്ഞേ, ഇതിന്റെ ചിഹ്നം മൈനസ് ആയി x². അപ്പൊ പ്ലസ് മൈനസ് ആയി 40x സമം പ്ലസ് 396 മൈനസ് 396 ആയി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഇവിടെ എത്ര എണ്ണമേ ഉള്ളൂ? 2 എണ്ണമേ ഉള്ളൂ. ആ 2 എണ്ണത്തിനെ 3 എണ്ണമാക്കാൻ നമ്മൾ വർഗത്തികവ് സ്ക്വയർ കംപ്ലീഷൻ എന്നാണ് പറയാ. പറഞ്ഞേ, x² മൈനസ് 40x, x² മൈനസ് 40x പ്ലസ് 40ന്റെ പകുതി 20² സമം മൈനസ് 396 പ്ലസ് 20². സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ x മൈനസ് 20 ഹോൾ സ്ക്വയർ സമം മൈനസ് 396 പ്ലസ് 20ന്റെ സ്ക്വയർ എത്രയാണ്? 2ന്റെ സ്ക്വയർ 4 ആണ്, 20ന്റെ സ്ക്വയർ 400 ആണ്. റെഡി, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ x മൈനസ് 20 ഹോൾ സ്ക്വയർ സമം മൈനസ് 396 പ്ലസ് 4, വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം, അതായത് 4. 400ൽ നിന്നും 396 പോയാൽ ബാക്കി എത്രയുള്ളൂ? 4 ഉള്ളൂ. ഇതിന്റെ ബാക്കി നമ്മൾ അപ്പുറത്ത് ചെയ്യാണ്. x മൈനസ് 20 ഹോൾ സ്ക്വയർ സമം 4. അപ്പൊ x മൈനസ് 20 എത്രയാണ് സാറേ? അത് √4 ആണ്. x മൈനസ് 20 √4 എത്രയാണ് സാറേ? അത് 2 ആണ്. പ്ലസ് ഓർ മൈനസ് നമ്മൾ എടുക്കുന്നില്ല, ബിക്കോസ് നീളവും വീതിയുമാണ് കാണേണ്ടത്. x is equal to 2 അപ്പുറത്തുണ്ടല്ലോ, ഉണ്ട് സാറേ. അങ്ങനെയെങ്കിൽ -20 നമ്മൾ അപ്പുറത്തേക്ക് പോയാൽ എന്താകും എടാ? അത് +20 ആകും. അങ്ങനെയെങ്കിൽ x നമുക്ക് എത്ര കിട്ടി? 22 കിട്ടി. x എത്ര കിട്ടി? 22. അപ്പോ ഇനി ശ്രദ്ധിച്ചോ, ഇനിയാണ് കളി. നമുക്ക് നീളവും വീതിയൊക്കെയാണ് ചോദിച്ചത്, അത് കാണണം. നിങ്ങൾ പറഞ്ഞേ, നീളത്തിനാണ് നമ്മൾ x കൊടുത്തത്. എത്രയാ? 22 സെന്റിമീറ്റർ. വീതി നമ്മൾ എത്രയാണ് എടുത്തത്? 40 മൈനസ് എക്സ്. വീതി 40 മൈനസ് എക്സ് ആണ്, അതായത് 40 മൈനസ് 22 ആണ്. 40 മൈനസ് 22 എത്ര? 40ൽ നിന്നും 20 പോയാൽ 20, 20ൽ നിന്നും 2 പോയാൽ 18. എത്രയാണ്? 18 സെന്റിമീറ്റർ. അപ്പൊ നീളം 22 കിട്ടി, വീതി എത്ര കിട്ടി? 18 കിട്ടി. നീളം നമുക്ക് 22 കിട്ടി, വീതി നമുക്ക് എത്ര കിട്ടി? 18 കിട്ടി. സെറ്റപ്പ് ആണോ? റെഡി ആണോ? സിമ്പിൾ ആണോ? അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 5ാമത്തെ ചാപ്റ്റർ ആയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാംകൃതി സമവാക്യം എന്ന് പറയുന്ന ചാപ്റ്ററില് 4 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. SCERT അവരുടെ സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ച ക്വസ്റ്റ്യൻ പേപ്പർ, 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നെറ്റൊക്കെ കയ്യിൽ കിടക്കുന്നത്, മൊബൈൽ ഫോണല്ലേ കയ്യിൽ ഇരിക്കുന്നത്, ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2026 വരും. എല്ലാതും ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം, സെറ്റ് 1, സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, എല്ലാ ചാപ്റ്ററിന്റെയും എല്ലാ സബ്ജക്റ്റിന്റെയും, ചാപ്റ്ററിലെ എല്ലാ സബ്ജക്റ്റിന്റെയും 3 ടൈപ്പ് ഉണ്ട്. അതൊക്കെ എടുത്ത് നോക്കുക. എടുത്ത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. കാരണം 10ാം ക്ലാസ്സിൽ നമ്മൾ മികച്ച മാർക്ക് തന്നെ വാങ്ങിയിരിക്കും. സെറ്റാണല്ലോ. അപ്പൊ അടുത്ത വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.